ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു അമ്പലം റോഡ്, ചെറുപുഴ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അകാരണമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ പന്തംകൊളുത്തി പ്രകടനം നടത്തി. ചെറുപുഴ ടൗണിൽ കുരിശുപള്ളിക്ക് സമീപത്തു നിന്നും ആരംഭിച്ച പന്തംകൊളുത്തി പ്രകടനം ബസ് സ്റ്റാൻഡ് ചുറ്റി താഴെ ബസാറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപത പ്രസിഡന്റ് ഫിലിപ്പ് വെളിയത്ത് അധ്യക്ഷത വഹിച്ചു. ചെറുപുഴ സെന്റ് മേരീസ് ഫൊറോന വികാരി ഫാദർ ഫിലിപ്പ് ഇരിപ്പുകാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഫാദർ തോമസ് പൂവൻപുഴ, ജിമ്മി ഐക്കരമറ്റം, സുരേഷ് ജോർജ്, ജെയിംസ് ഇമ്മാനുവൽ, ജോസഫ് മാത്യു കൈതമറ്റം, സാജു പുത്തൻപുര, ഷിൻഡോ കൈപ്പനാനിക്കൽ, ജെ സെബാസ്റ്റ്യൻ, മനോജ് വടക്കേൽ, സജി തോപ്പിൽ, അസി പൂക്കളം, ജോയി പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. വൈദികർ, സിസ്റ്റേഴ്സ്, വിവിധ ഇടവകകളിൽ നിന്നെത്തിയ വിശ്വാസികൾ എന്നിങ്ങനെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. പ്രതിഷേധ സമരം സിന്ദാബാദ്, പ്രതിഷേധ സമരം സിന്ദാബാദ്, പ്രതിഷേധ സമരം സിന്ദാബാദ്. വികസനമില്ല നാട്ടിൽ ചെന്ന്, വികസനമില്ല നാട്ടിൽ ചെന്ന്, വികസനമില്ല നാട്ടിൽ ചെന്ന്. ഛത്തീസ്ഗഡ് സംസ്ഥാനത്ത് വിദ്യാഭ്യാസമില്ല, സ്കൂളുകളില്ല, കോളേജുകളില്ല, ആതുര കേന്ദ്രങ്ങളില്ലാത്ത ഒരു സ്ഥലത്ത്, ഗോത്ര വർഗ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് അവർക്ക് വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം, അവർക്ക് ആതുര സേവനത്തിന്റെ വെളിച്ചം, അവർക്ക് അത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് അവരെ പ്രവർത്തിച്ച് സഹായിക്കുന്ന ഒരു കൂട്ടം സന്യാസ സമൂഹം ഒരുമിച്ച് ചേർന്നിരിക്കുക. ഈ മീറ്റിംഗിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന അതിരൂപത പ്രസിഡന്റ് ശ്രീ ഫിലിപ്പ് വെളിയത്ത്. പ്രിയമുള്ളവരെ, ഒന്നു മാത്രമാണ്, ഞങ്ങളുടെ കൂടപ്പറപ്പായ രണ്ട് സഹോദരിമാരെ ഒരു തെറ്റും ചെയ്യാതെ തുറങ്ങളിലടച്ച ആ വലിയ നീചമായ പ്രവൃത്തിക്ക് പ്രതിഷേധമായിട്ടാണ് ഇവിടെ ഈ ദൈവജനം ഒരുമിച്ച് ചേർന്നിരിക്കുക. സോഷ്യലിസവും ഈ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഭാരതത്തിൽ നിന്ന് തൂത്തെറിയുവാൻ വേണ്ടിയിട്ട് ഒരു പറ്റം കിരാതവർഗക്കാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമായിട്ടാണ് ഞങ്ങൾ രണ്ട് സഹോദരിമാരെ അവർ തുറങ്കിലടച്ചത്. മുതൽ 2024 വരെ BJP സർക്കാർ ഭരിക്കുന്ന ഈ കാലഘട്ടത്തില് 4313 അക്രമങ്ങള് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ക്രൈസ്തവർക്കെതിരെ നടന്നു. ക്രിസ്മസ് ആകുമ്പോള്, ഈസ്റ്റർ ആകുമ്പോള് ക്രൈസ്തവർ ഭവനത്തിലേക്ക് കേക്കുമായി വരുന്ന നിങ്ങളെ അല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾക്ക് ഈ നാട്ടിൽ മാന്യമായി ക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള സ്വാതന്ത്ര്യം തരുന്ന ഭരണാധികാരിയാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് ഈ ജനത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. നടത്തുന്നു, മനുഷ്യക്കടത്ത് നടത്തുന്നു. സ്നേഹമുള്ളവരെ, ഇവിടെ മതപരിത്രം ക്രൈസ്തവർ നടത്തിയിരുന്നെങ്കിൽ ഇന്ന് ഭാരതത്തിൽ 2% ഈ ഭാരതത്തിലെ മുഴുവൻ വ്യക്തികളും ക്രൈസ്തവരായി മാറിയാല് അത് തിരിച്ചറിയേണ്ട കാലം ഭരണാധികാരികൾ ഓർക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. ഇവിടെ മതപരിവർത്തനമല്ല, ക്രിസ്തുവിന്റെ സ്നേഹവും സന്തോഷവും സമാധാനവും. അതുകൊണ്ട് ഈ നാട്ടിൽ, ഈ ഭാരതത്തിൽ ഏറ്റവും നന്നായിട്ട് ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം രൂപപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് മിഷണറിമാരുടെ ഏറ്റവും വലിയ ശുശ്രൂഷ എന്ന് ഞാൻ ഉറക്കെ പ്രഘോഷിക്കുവാൻ ആഗ്രഹിക്കുക. നോർത്ത് ഇന്ത്യയില് പാവപ്പെട്ട മനുഷ്യരുടെ ഇടയില്, വേദനിക്കുന്ന ഇടയില് വിദ്യാഭ്യാസവും ആതുര ശുശ്രൂഷയും ചെയ്തു കൊടുത്തുകൊണ്ട് ആ പ്രിയപ്പെട്ട മക്കളെ വളർത്തിക്കൊണ്ടുവരിക, ആ നാടിന് ഐശ്വര്യമുണ്ടാക്കി തീർക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടാണ് അവിടെ ഈ പ്രിയപ്പെട്ട സഹോദരിമാര് പ്രവർത്തിക്കുക, ശുശ്രൂഷ ചെയ്യുക. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് ഈ ഭാരതത്തില് ക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള ഭരണഘടന അനുവദിച്ചു തന്നിരിക്കുന്ന മതസ്വാതന്ത്ര്യം ഈ ലോകത്ത്, ഈ രാജ്യത്തിലെ ഓരോ പൗരനും അവകാശപ്പെട്ടതാണെന്നുള്ള തിരിച്ചറിവ് ഭാരതത്തിൽ ഭരിക്കുന്ന ഭരണാധികാരികൾ ഓർക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഉറക്കെ പ്രഖ്യാപിക്കാനുള്ളത്. സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്ന മതസ്വാതന്ത്ര്യം ഞങ്ങൾക്കുമുണ്ട് എന്നുള്ള വസ്തുത അധികാരത്തിലിരിക്കുന്ന എല്ലാ പ്രമുഖന്മാരും അറിയുന്നത് നല്ലതാണ്. കാരണം കാലം മാറിയിരിക്കുന്നു, ചിന്താഗതികൾ മാറിയിരിക്കുന്നു, രാഷ്ട്രീയ ബോധം, നിലപാടുകൾ മാറിയിരിക്കുന്നു. അതുകൊണ്ട് എപ്പോഴും അധികാര കസാരയിൽ ഇരിക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളുടെ പ്രതീകമായിട്ടാണ്
സിസ്റ്റർ പ്രീതിയും സിസ്റ്റർ വന്ദനയും ഒക്കെ ആയിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ ഇത് നമുക്ക് സംഭവിക്കാം. കാരണം ഇന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കണ്ണുകളെ ഇരുട്ടാക്കുന്നത് ഒരിക്കലും അനുവദിച്ചുകൂടാ. അതുകൊണ്ട് കണ്ണ് തുറന്ന് കാണണം. കണ്ണ് തുറന്ന് കണ്ടു കഴിഞ്ഞാലേ നമുക്ക് ചുറ്റുമുള്ള തിന്മ എന്താണ് എന്നുള്ളത് വാസ്തവം നമ്മൾ തിരിച്ചറിയുള്ളൂ. ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 92077577.